ഡയബറ്റീസിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകുമോ? ഡയബറ്റീസ് ഉണ്ട് എന്നൊരു ഡോക്ടർ പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണോ, ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും ഇനി കഴിക്കാൻ പറ്റില്ലേ. അപ്പോൾ എന്താണ് നല്ല ഭക്ഷണം? 4-5 ചപ്പാത്തി കഴിക്കുന്നു, അതുകൊണ്ട് കാര്യമുണ്ടോ? പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം വളരെ കൂടുതലാണ്. ഹൈപ്പോഗ്ലൈസീമിയാണ് നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ, അത് ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥയെക്കാട്ടി കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നത്. ഹാർട്ടിൻ്റെ ഇതുപോലത്തെ സഡൻ ഡെത്തിനൊക്കെ റിസ്ക് ഉണ്ട്. മധുരക്കിഴങ്ങ് കഴിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാം, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പേരൻസിന് ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത 25 മുതൽ 50% വരെ കൂടുതലാണ്. എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ജീന സൂസൻ ജോർജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, പ്രമേഹമാണ് നമ്മുടെ വിഷയം. പ്രമേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വളരെയധികം ടെൻഷനുള്ള ഒരു കാര്യമാണ്. പ്രമേഹം വന്നാൽ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമോ, എനിക്കിഷ്ടമുള്ള ഫുഡൊന്നും ഇനി കഴിക്കാൻ പറ്റില്ലേ, അങ്ങനെ തുടങ്ങി പല പല ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ആശങ്ക തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ധാരാളം ആളുകൾക്ക് പ്രമേഹം പുതിയതായിട്ട് കണ്ടുവരുന്നുണ്ട്. മുൻപത്തേക്കാൾ അപേക്ഷിച്ച് പ്രായം കുറവുള്ള ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ചെറിയ പ്രായത്തിൽ പ്രമേഹം നമ്മളെ പിടികൂടുന്നത്? ഇപ്പം ചോദിച്ചതുപോലെ തന്നെ പണ്ട് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിൽ 40 വയസ്സിന് ശേഷമുള്ളവരുടെ ഒരു രോഗമായിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വരുവാണെങ്കിൽ അത് മിക്കവാറും ടൈപ്പ് 1 പ്രമേഹം എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈപ്പ് 1 പ്രമേഹം ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. പാങ്ക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെൽസ് പൂർണ്ണമായിട്ടും നശിച്ചു വരുന്നു. അതായിരുന്നു കുട്ടികൾ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ച് ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിലും ചെറുപ്പക്കാരിലും കൂടുതലായിട്ട് കാണുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് തന്നെ നമുക്കറിയാം. ഇതൊരു പ്രമേഹം എന്നുള്ളതൊരു ജീവിതശൈലി രോഗങ്ങളാണ്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? നമ്മുടെ ഒരു ദൈനംദിന ഭക്ഷണക്രമവും അതുപോലെ നമ്മുടെ ഒരു ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റിയിലും വന്ന ഒരു ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം ഓർക്കുകയാണെങ്കിൽ, പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ PT അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പലരും വീട്ടിൽ കൊണ്ടുവരും. കോവിഡ് അനന്തര കാലത്ത് പറയുകയാണെങ്കിൽ പലപ്പോഴും വീട്ടിൽ വീഡിയോ ഗെയിംസ് അതുപോലെയാണ് കളിക്കാൻ താല്പര്യം. പിന്നെ മാത്രമല്ല, ചെറുപ്പം തൊട്ടേ ഇവർക്ക് ഈ മധുരം അല്ലെങ്കിൽ അന്നജം കൂടിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് ഇവർ കഴിക്കുന്നു. ഇപ്പം എമൗണ്ട് വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ബിസ്ക്കറ്റൊക്കെ വളരെ ചെറിയൊരു സൈസേ ഉള്ളൂ, എന്നാൽ ഇത് വളരെ ന്യൂട്രിയൻ ഡെൻസ് ആണ്. അതാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറിയ ജീവിതശൈലി, വ്യായാമമില്ലായ്മയും അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടാതിരിക്കുകയും ഒപ്പം തന്നെ ഈ അന്നജം കൂടുതലുള്ള മധുരപാനീയങ്ങൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, ബേക്കറി, കേക്ക്സ് അങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ഒബീസിറ്റി, അതായത് അമിതവണ്ണം കൂടുന്നു. അതിന് പാരലായിട്ട് തന്നെ ഡെഫിനറ്റ്ലി ഈ ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ ഒരു ഇൻസിഡൻസും കൂടും. അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ യുവാക്കളിൽ പ്രമേഹം കൂടി വരുന്നുണ്ടല്ലോ ഇപ്പോൾ പഴയ കാലത്തിനെ അപേക്ഷിച്ച്. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ ജോലിയിലുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ അതുപോലുള്ള ഈ പറഞ്ഞ പോലത്തെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും? ഡെഫിനറ്റ്ലി. ഈ പറഞ്ഞതുപോലെ ഈ എക്സസൈസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എക്സസൈസ് ഇല്ലായ്മയെ പറ്റി പറഞ്ഞു. അതായത് ഉദാസീനം, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അപ്പം നമ്മൾ മിക്കവരും നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഓഫീസ് ജോലി അല്ലെ ഒരു 8 to 5 ഇരിക്കുന്ന ഒരു ജോലിയാണ് മിക്കവാറും. ഒരു 4 മണിക്കൂറൊക്കെ എഴുന്നേൽക്കുന്നേ ഉണ്ടാവില്ല. അതിന് ശേഷമായിട്ടുണ്ട് അടുത്തുള്ള സ്ഥലത്തോട്ട് പോലും നമ്മൾ വാഹനം ഉപയോഗിക്കുന്നു. ഒട്ടും തന്നെ ശരീരം അനങ്ങുന്നേയില്ല. പിന്നെ അതുകൂടാതെ തന്നെ എക്സസൈസ് ഒരു ഫോംഡ് എക്സസൈസിനും പലരും അതിന് വളരെ ശ്രദ്ധിക്ക കേന്ദ്രീകരിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഉറക്കം. പലരും ഷിഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു WHO പറയുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി വേണ്ടത് ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറക്കമാണ് വേണ്ടത്. അത് തീരെ കുറഞ്ഞാൽ, അത് 6 മണിക്കൂർ താഴെയായാലോ 9 മണിക്കൂറിൽ കൂടുതലായാലോ ഈ പ്രമേഹം വരാനുള്ള റിസ്ക് കൂടുതലാണ്. കാരണം ഉറക്കം എന്ന് പറയുന്നത് അതിൻ്റെ എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ വണ്ണ ഉള്ളവരിലൊക്കെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഇവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുന്ന രീതിയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ ഉള്ളത് എപ്പോഴാണ് ഉറങ്ങുന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് വളരെ താമസിച്ച് കിടന്ന് വളരെ താമസിച്ച് എഴുന്നേൽക്കുന്നവരിലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സാധ്യതയും കൂടുതൽ. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ യുവാക്കളിലുള്ള പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതായത് മേൽപ്പറഞ്ഞ വ്യായാമം ഇല്ലായ്മയും ഈ അമിതമായ ഭക്ഷണത്തിൻ്റെ ഉപയോഗം കൂടാതെ തന്നെ ഈ ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് വർക്ക് ലൈഫ് സ്ട്രെസ് ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരും തന്നെ ഇല്ല അല്ലെ. വർക്കിലാണെങ്കിലും നമ്മുടെ ദൈനംദിന കുട്ടികളിൽ പോലും പഠനത്തിൽ അല്ലെങ്കിൽ പരീക്ഷ വരുമ്പോൾ സ്ട്രെസ്സൊക്കെ വളരെ കൂടുതലാണ്. സ്ട്രെസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കോർട്ടിസോൾ അതുപോലെ എപ്പിനെഫ്രിൻ പോലെയുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ സ്ട്രെസ്സുള്ള സമയത്ത്. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുണ്ടാക്കുന്ന ഒരു കൗണ്ടർ ഹോർമോൺസ് ആണ് ഇതെല്ലാം. ഇതുമൂലം എല്ലാം കൊണ്ട് തന്നെയും പ്രമേഹം വരാനുള്ള സാധ്യതയും കൂടും.
വളരെ വൈകിയാണ് സാധാരണഗതിയിൽ എല്ലാവരും പ്രമേഹം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഇപ്പം എവിടെയൊക്കെ വായിച്ചത് ഓർമ്മയുണ്ട്, നമുക്ക് നമ്മളുടെ ശരീരത്തിലെ ചില ഒരു എന്താ പറയുക, ശരീരം ചില എക്സാമ്പിളുകൾ കാണിച്ചു തരും നമുക്ക് രോഗമുണ്ട് എന്നുള്ളതിന്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? എന്തൊക്കെയായിരിക്കും പ്രമേഹം ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ? നമ്മളിപ്പം ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസിക്കലി പ്രമേഹത്തിൻ്റെ കുറച്ച് സിംറ്റംസ് എന്ന് പറയും. അതായത് അമിത വിശപ്പ്, അമിതമായുള്ള ദാഹം, അമിതമായുള്ള മൂത്രം ഒഴിക്കുക, അതുപോലെ ശരീരം മെലിയുക. ഇന്നെന്നാൽ അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ലേറ്റ് സ്റ്റേജ് വരെ മിക്കവാറും എത്തുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പുകൾ അല്ലെങ്കിൽ റുട്ടീനിൽ എല്ലാവരും മിക്കവാറും തന്നെ വർഷത്തിലൊന്നെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഒരു സിവിയർ സിംറ്റംസ് വരെ നമ്മളിപ്പം കാണുന്ന പേഷ്യൻസ് ആ രീതിയിൽ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ മിക്കവാറും അല്ലെ അറിഞ്ഞിട്ട് അല്ലെ അവരുടെ അശ്രദ്ധ മൂലം അതിനുള്ള വേണ്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുന്നവർക്കാണ് ഈ പറഞ്ഞ ലക്ഷണം കാണുന്നത്. അല്ലാതെ മിക്കവരും നമ്മൾ കാണുന്നത് ഏർലി ഡയബറ്റിസിൽ തന്നെ പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളുടെ ജീവിതക്രമം മാറ്റണം എന്നുള്ളതിൻ്റെ ഒരു വാണിംഗ് ആണ് പ്രീ ഡയബറ്റിസ് എന്നൊരു ലാബ് ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ഈ ലെവലിൽ നിങ്ങൾക്ക് മരുന്ന് പലപ്പോഴും വേണ്ടി വരില്ല. എന്നാലും ഈ അമിതവണ്ണം, അതായത് ഉയരത്തിനനുസരിച്ചുള്ള വണ്ണം നിങ്ങൾ ക്രമീകരിക്കുകയാണ്, നിങ്ങളുടെ ഭക്ഷണക്രമം കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ട് എടുക്കുകയാണ്, നല്ല ആഹാരം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്ന നമുക്ക് ഒരു പരിധി വരെ തടയാൻ കഴിയും. ഈ പ്രീ ഡയബറ്റീസ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്കത് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്? പ്രീ ഡയബറ്റീസ് മിക്കവാറും പിക്ക് ചെയ്യുന്നത് ഒരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് അല്ലെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതായത് ഈ പ്രമേഹത്തിൻ്റെ കട്ട് ഓഫ്സ് എത്തിയിട്ടില്ല. പ്രമേഹത്തിൻ്റെ കട്ട് ഓഫ് നമ്മൾ പറയുന്നത് വെറും വയറ്റിലുള്ള ഫാസ്റ്റിംഗ് ഷുഗർ മോർ ദാൻ 126, അല്ലെ ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂറിന് ശേഷമുള്ളത് മോർ ദാൻ 200, അല്ലെ ഈ 3 മാസത്തിന്റെ ശരാശരി ഷുഗർ അളക്കുന്ന HbA1c എന്നുള്ള ടെസ്റ്റ്, അത് 6.5 കൂടുതലാണെങ്കിലാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇതിനിടയിലുള്ള ഒരു വാല്യൂസ്, അതായത് 100 to 126 ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ 140 to 200 ആഫ്റ്റർ ഫുഡ്, അല്ലെങ്കിൽ HbA1c ബിറ്റ്വീൻ 5.6 to 6.4, ഈ റേഞ്ചാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ലാബ് ഡയഗ്നോസ് ആയിട്ട് വരുന്നത്. പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പലരും മറ്റെന്തെങ്കിലും അസുഖങ്ങളായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത് പിക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ തന്നെ ആളുകൾ പറയാറുണ്ട്, നമുക്ക് ഇതുപോലെ അമിതമായിട്ട് ദാഹം തോന്നുമ്പോഴും അല്ലെങ്കിൽ ഒത്തിരി നേരം കൂടുതൽ ടൈം മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോഴും ഒക്കെയാണ് അത് ഇപ്പോഴങ്ങനത്തെ ലക്ഷണങ്ങളില്ല എന്ന് തന്നെയാണോ? കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ ഒരു യൂട്യൂബ് അല്ലെ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ എന്തുമാത്രം വീഡിയോസാണ്. പലർക്കും ഇതിനെപ്പറ്റി ഡെഫിനറ്റ് ആയിട്ട് അവബോധം ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ബേസിക്, നമ്മുടെ ഇപ്പോൾ ഒരു കാലഘട്ടം നോക്കുവാണെങ്കിൽ വർഷത്തിലൊന്നാണെങ്കിലും റുട്ടീനായിട്ട് ചെയ്യുന്ന 2-3 ടെസ്റ്റാണ്. ഒരു തൈറോയ്ഡ് അല്ലെങ്കിൽ ഒരു ഷുഗർ, ഒരു കൊളസ്ട്രോൾ, ഇത് 3ആയിട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഇത് നേരത്തെ സ്റ്റേജിൽ തന്നെ പിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലേറ്റ് സ്റ്റേജിൽ വരുന്നത് ചിലപ്പോൾ അല്ലെ ഉണ്ട്, അല്ലെ അറിയുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും എനിക്കിങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ശരിയായിട്ട് അവബോധമില്ലാത്തവരിലാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടെ ഇനീഷ്യൽ പ്രസന്റേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ വളരെ താരതമ്യേന വളരെയധികം കുറഞ്ഞു എന്ന് വേണം. ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നൊരു ഡോക്ടർ പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത്, ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണോ, അല്ലെങ്കിൽ ഇനി എനിക്ക് ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും ഇനി കഴിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ജീവിതകാലം മൊത്തം നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ. അപ്പോൾ ഒരു പ്രമേഹ രോഗിയുടെ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കും? ഒരു കേരളത്തിലെ ഒരു കോമൺ മനുഷ്യൻ്റെ എങ്ങനെയായിരിക്കും? ഇപ്പം പ്രമേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് പറയുവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് ഭക്ഷണവും ജീവിത രീതിയും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിപ്പം തുടക്കത്തിലായിക്കോട്ടെ, ഈവൻ നല്ലതായിട്ട് മരുന്നല്ല ഇൻസുലിൻ എടുക്കുന്നവരായിക്കോട്ടെ, ഏത് സ്റ്റേജിലാണെങ്കിലും ഈ ഭക്ഷണം എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് നല്ല ഭക്ഷണം? ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നത് ഡയബറ്റിക് ഡയറ്റ് എന്താണ്? ഡയബറ്റിക് ഡയറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മളെല്ലാവരും എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രമേഹം വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിലുള്ളവർക്ക് ആദ്യം പറയുന്നത് ഈ കാലറി റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് വേണ്ടിയത് ഒരു 1000 to 1200 കാലറി പെർ ഡേ. അതിനുള്ളിൽ തന്നെ കഴിയുന്നതും 50% ഉള്ളൂ അന്നജം അല്ലെ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇന്ത്യയുടെ കാര്യം പറയുവാണെങ്കിൽ നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യ ആയിക്കോട്ടെ, നമ്മൾ 3 നേരം അല്ലെ എപ്പോഴും കഴിക്കുന്നതിൻ്റെ ഒരു പ്രധാന പങ്കും അന്നജം തന്നെയാണ്. അന്നജത്തിൻ്റെ പ്രശ്നം എന്താണ്? അത് കംപ്ലീറ്റ്ലി അത് ഊർജ്ജമായിട്ട് മാറുകയാണ്. കാലറിയുടെ പെർസെൻറ്റേജ് കൂടുതലാണ്.
പ്രോട്ടീനിലും ഫാറ്റിലും ഇല്ല എന്നുള്ളതല്ല, പക്ഷെ പ്രോട്ടീനിൽ താരതമ്യേന കുറവാണ്. മാത്രമല്ല പ്രോട്ടീൻ ദഹിക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും. നമ്മൾ കുറച്ചുകൂടെ വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. പെട്ടെന്ന് അടുത്ത തവണ വിശപ്പ് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് വളരെ കുറവായിരിക്കും. പക്ഷെ ഈ അന്നജം മാത്രം കഴിക്കും. അത് പ്രധാനമായിട്ട് ഈ നാരുകളില്ലാത്ത പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അരി, പഞ്ചസാര, അരി, ധാന്യങ്ങളെല്ലാം തന്നെ. ഇപ്പം അരി മാത്രമല്ല, അരി, ഗോതമ്പ്, ചോളം, ഓട്സ്, ഇതെല്ലാം തന്നെ ധാന്യങ്ങളാണ്. ഇത് കൂടുതലായിട്ട് കാലറി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിന് ഈ ഷുഗർ സ്പൈക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഷുഗർ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1 അവറിനുള്ളിൽ 1 അവർ 2 അവറിനുള്ളിൽ എന്തുമാത്രം ഷുഗർ പൊങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് മാത്രമുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്സ് പെട്ടെന്ന് വരുന്നു. അതുകൊണ്ടാണ് ഈ ബ്ലഡിൽ ഷുഗർ അൺകൺട്രോൾഡായിട്ട് ഈ പോസ്റ്റ് പ്രാൻഡിൽ ഭക്ഷണത്തിന് ശേഷമുള്ള കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നത് ഒരു മൈ പ്ലേറ്റ് മെത്തേഡ്, അല്ലെ ഹെൽത്തി പ്ലേറ്റ് എന്നൊരു മെത്തേഡ്. ഒരു പ്ലേറ്റ് എടുക്കുകയാണ്, അതിപ്പം ഏത് നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഒരു പകുതി ഭാഗം, അതിൻ്റെ 50% ഷുഡ് ബി പച്ചക്കറികളാണ് വേണ്ടത്. പച്ചക്കറികൾ എന്ന് പറയുന്നതിനകത്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുന്നില്ല, നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ചീര, ക്യാബേജ്, ഇപ്പം കോവയ്ക്ക, പടവലങ്ങ, പാവയ്ക്ക എന്നിരുന്നതെല്ലാം ഒരു 50% ഓഫ് ദ പ്ലേറ്റ് വേണം. പിന്നെ ഉള്ളത് ഫ്രൂട്ട്സിൻ്റെ അകത്ത് തന്നെ പറയുന്നത് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം എത്ര പെട്ടെന്ന് ഷുഗർ കൂടുന്നു എന്നുള്ളതാണ് ഒരു ഭക്ഷണത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത്. ഫ്രൂട്ട്സ് ഏത് കഴിക്കാന്നുള്ള പലപ്പോഴും പേഷ്യൻസിൻ്റെ വലിയൊരു ക്വസ്റ്റ്യനാണ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഉപയോഗിക്കാം. അത് പ്രധാനമായിട്ട് പറയുന്നത് ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക, സബർജില്ല എന്നുള്ള. അപ്പം ഇത് കഴിക്കുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. അമിതമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക, മാത്രമല്ല ഒരു മെയിൻ മീലിനോടൊപ്പം ഉപയോഗിക്കാണ്ടിരിക്കുക. ഇടയ്ക്ക് സ്നാക്കായിട്ട് കൂടുതൽ കഴിക്കുക. ജ്യൂസായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. കാരണം വെച്ചാൽ അതിൻ്റെ നാരുകളും കൂടെ പിന്നീട് പോവുകയാണ്. പിന്നെ പലപ്പോഴും ആഡഡ് ഷുഗർ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നു. പിന്നെ തൊലി കളയാതെ കഴിയുന്ന ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ കഴിയുന്നതും ആ 50% ഷുഡ് ബി പച്ചക്കറികളും ഫ്രൂട്ട്സും വരിക. പിന്നെയുള്ള ബാക്കിയുടെ ഒരു 1/4 ഭാഗമേ പാടുള്ളൂ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്. അതിപ്പം അരി ആയിക്കോട്ടെ, ഗോതമ്പ് ആയിക്കോട്ടെ, ഓട്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ. പിന്നെയുള്ള 25% പറയുന്നത് പ്രോട്ടീൻ ആയിരിക്കാം. പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻ ആവാം, പ്ലാൻ പ്രോട്ടീൻ. ആനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി, മുട്ട, മീൻ ഇവയെല്ലാം വരും. പ്ലാൻ പ്രോട്ടീനാണ് നമ്മുടെ പയറ്, പരിപ്പ്, കടല വർഗ്ഗങ്ങൾ. അത് കൂടുതലായിട്ടും ആ ഒരു 25% ഉൾപ്പെടുത്തുക. അതിപ്പോൾ ഏത് മീലായിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ദോശ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് തന്നെ വരിക, പിന്നെ വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി. അപ്പം ലഞ്ചിനാണെങ്കിലും ഇപ്പോൾ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇപ്പം പ്രമേഹം വന്നു എനിക്കിനി ചോറേ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല. ഇതെല്ലാം ഡെഫിനറ്റ്ലി കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണം. ഇത് ഒരു സോഴ്സ് ഓഫ് ഫ്യൂവലാണ്, നമ്മുടെ മെയിൻ ഇന്ധനം അതിൽ നിന്ന് തന്നെയാണ്. അത് വേണ്ട എന്ന് പറയുന്നില്ല, ബട്ട് അത് പരിമിതിപ്പെടുത്തുക. ഒപ്പം കഴിക്കുന്നതിനോടൊപ്പം ഒരു പ്രോട്ടീനും അല്ലെങ്കിൽ വെജിറ്റബിൾസും ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എന്താണ് പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ കാര്യം? ഇപ്പം നമ്മുടെ ഫുഡിനകത്താണ് ഏത് മീൽ എടുക്കുമ്പോഴും കോൺഷ്യസ്ലി തിങ്ക് ചെയ്യുക, ഇതിനകത്ത് ഈ ഒരു പ്ലേറ്റിനകത്ത് എത്ര എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, എത്ര എമൗണ്ട് ഓഫ് പച്ചക്കറികളുണ്ട്. ഇത് രണ്ടും ഉൾപ്പെടുത്തുമെന്ന് വെച്ചാൽ ഈ ബാക്കി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും കൊണ്ടുവന്ന ഷുഗർ സ്പൈക്ക് ഇത്ര പെട്ടെന്ന് വരില്ല. കുറച്ചുകൂടെ ഒരു ഫ്ലാറ്റർ പ്രൊഫൈൽ കിട്ടുകയും ചെയ്യും. നമ്മൾ അമിതമായിട്ട് കഴിക്കത്തില്ല, വി ഫീൽ ഫുൾ ഓൾസോ. അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുമ്പോഴാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വിശക്കും, പിന്നെ നമ്മൾ അടുത്ത ഒരു ഫുഡ് കഴിക്കും, പിന്നെ ഓവറോൾ അന്നത്തെ കാലറി മുഴുവൻ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. ഇങ്ങനെയാണ് ഒരു ചുരുക്കത്തിൽ ഭക്ഷണക്രമം എന്ന് പറയാൻ. ഇപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെയും കാര്യം പറഞ്ഞു. ഇനി വൈകിട്ടത്തേക്ക് ഫുഡ് എങ്ങനെയായിരിക്കും? സാധാരണഗതിയിൽ ചപ്പാത്തി കഴിക്കണം എന്നാണ് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ചോറിന് പകരം ചപ്പാത്തി കഴിക്കണം. അതിൽ ശരിക്കും എന്തെങ്കിലും വാസ്തവമുണ്ടോ? ചപ്പാത്തിയും ചോറും ഏകദേശം ഒരുപോലെ തന്നെ അല്ലേ? ഡെഫിനറ്റ്ലി. ചപ്പാത്തി ഒരു ധാന്യം, ഗോതമ്പ് ഒരു ധാന്യം തന്നെയാണ്. ഇപ്പം പലപ്പോഴും പലരും ചെയ്തെന്ന് വെച്ചാൽ ചോറ് മാറ്റിയിട്ട് അതേസമയം 4-5 ചപ്പാത്തി കഴിക്കുന്നു. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഡിന്നറിനും ഈ പറയുന്നത് പോലെ തന്നെ ഈ മൈ പ്ലേറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുക. അതിനകത്ത് കാർബോഹൈഡ്രേറ്റിൽ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി എന്തുവാണേലും ഒരെണ്ണം കഴിക്കുക. ബാക്കിയുള്ളത് പ്രോട്ടീനോ പച്ചക്കറികളോ ആക്കുക എന്നൊന്ന് ഉറപ്പുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിയുന്നതും ഡിന്നർ ലേറ്റ് ആവാതിരിക്കാൻ നോക്കുക. ഒരു 7-ന് മുമ്പ് തന്നെ കഴിക്കുക. കാരണം 7-ന് ശേഷം നമ്മൾ എന്ത് കഴിക്കുന്നു അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഒരു ബോഡി ഒരു റിതം തന്നെ അങ്ങനെയാണ് മെയിൻറ്റെയിൻ. അതിനുശേഷം നമുക്ക് ഫർദർ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. ഈ എടുക്കുന്ന ഫുഡൊന്നും തന്നെ ബേൺ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുന്നത് പിന്നെ നമ്മുടെ ദഹനക്കേട്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പം ഡിന്നർ കഴിയുന്നതും ഏർലി ആയിട്ട് എടുക്കുക. അതാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിങ്ങിന്റെ കോൺസെപ്റ്റ് തന്നെ ഇരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേക്ക് മാത്രം ഭക്ഷണം കഴിക്കുക. ബാക്കിയുള്ള സമയത്ത് ഒരു ഫാസ്റ്റിംഗ് സ്റ്റേജ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ കാലറി ബേൺ ചെയ്യാനും തന്മൂലം വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ഷുഗർ നിയന്ത്രിക്കാനും ഒക്കെ ഒരു പരിധിവരെ സഹായിക്കും. അതുപോലെ പ്രമേഹ രോഗിക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം അതേതായിരിക്കും? ഏത് തരത്തിലുള്ള ഫുഡായിരിക്കും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ അതൊരു വളരെ ഡിപ്രസിങ് അല്ലേ?
ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഇപ്പം പലരും ആദ്യം ചെയ്യുന്നത് വെച്ചാൽ പ്രമേഹമാണെന്ന് ഡയഗ്നോസ് ചെയ്തോടനെ എല്ലാം വിത്തൗട്ട് ചായ, വിത്തൗട്ട് കാപ്പി. അതുപോലെ ബേക്കറി പലഹാരം, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങള്, മധുരമുള്ള പഞ്ചസാര ഇട്ട ചായ, കോഫി, അതൊക്കെ കഴിക്കാം. ഈ പഞ്ചസാര ചേർക്കുന്ന സാധനം, പഞ്ചസാരക്കകത്ത് ഈ 100% കാർബോഹൈഡ്രേറ്റ് ആണ്, 100% അത് ഫുൾ കാലറി ആയിട്ട്. അതിനകത്തൊരു ബെനിഫിറ്റ് ഉള്ള ഒരു ഫൈബറോ പ്രോട്ടീനോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ വക ഭക്ഷണങ്ങൾ നമുക്കില്ലാതെ പറ്റില്ല. നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനോടൊക്കെ എപ്പോഴെങ്കിലും ക്രെയിം വരും. ഭക്ഷണമാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗം. ഇതിനെ കഴിയുന്നതും പരിമിതപ്പെടുക, അല്ലെങ്കിൽ ഒരു ചീറ്റ് ഡയറ്റ് ആയിട്ട് പറയുക. നമ്മളിപ്പോൾ ഓക്കെ ശരി, ഒരു 1 month ഒക്കെ അല്ലെങ്കിൽ 1 week എങ്കിലും നമ്മൾ പ്രോപ്പറായി ഡയറ്റ് ഫോളോ ചെയ്തു വൺസ് ഇൻ എ വൈൽ ഇതൊക്കെ എടുക്കുന്ന ഒരു തെറ്റും തന്നെയല്ലേ. എന്നിരുന്നാലും ബേക്കറി പലഹാരങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക. ഇതിനകത്ത് മാത്രം പ്രോസസ്ഡ് ഫുഡാണ്, ഈ പറഞ്ഞ പോലെ കേക്ക് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ്, ബേക്കറി, ഇതിനകത്തെല്ലാം, അതുപോലെ മധുരപാനീയങ്ങൾ, ഇതെല്ലാം തന്നെ ഷുഗർ സ്പൈക്ക് വളരെയധികം കൂടുന്നു. ഇത് കഴിയുന്നതും ഒഴിവാക്കുക എന്ന് പറയുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ വാർത്തകളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ് കഴിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാം, എല്ലാ ദിവസേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തി. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഓക്കെ, നിയന്ത്രിക്കാമെന്ന വാക്ക് പറഞ്ഞു, അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങുകൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് റിച്ച് തന്നെയാണ്, ഈ ധാന്യങ്ങളുടെ കാറ്റഗറി തന്നെ പെടുത്തേണ്ടതാണ്. നമ്മൾ പ്രധാനമായിട്ട് കഴിക്കുന്ന മറ്റു കിഴങ്ങുകൾ ഏതൊക്കെയാണ്? കപ്പ, പിന്നെയുള്ളത് പൊട്ടറ്റോ. അപ്പം അത് വെച്ച് രണ്ടും നോക്കുമ്പോഴത്തേക്കിന് ഈ സ്വീറ്റ് പൊട്ടാറ്റോയ്ക്കകത്തും കാലറി എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് മറ്റ് കപ്പ അല്ലെങ്കിൽ പൊട്ടറ്റോ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ സ്പൈക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നുള്ളതല്ല. അതുകൊണ്ട് പലപ്പോഴും ഇതൊരു 4 മണി പലഹാരമായിട്ടോ, അല്ലെങ്കിൽ കപ്പ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ വേണമെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ കപ്പ കഴിക്കുന്നതിന് ശേഷം കാണുന്ന അത്രയും സ്പൈക്ക് കാണില്ല. എന്ന് വെച്ച് സ്വീറ്റ് പൊട്ടറ്റോ മാത്രം കഴിച്ചുകൊണ്ട് പ്രമേഹം മാറുമെന്നോ അല്ലെങ്കിൽ ഷുഗർ എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കുന്നോ, അതൊക്കെ മിഥ്യാധാരണ തന്നെയാണ്. അടുത്ത കാലത്ത് കേട്ടൊരു മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ടൈപ്പ് 5 പ്രമേഹം കണ്ടെത്തി. നമ്മൾ സാധാരണ 1ഉം 2ഉം ആണ് കേട്ടിരിക്കുന്നത്. ടൈപ്പ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല. അത് എത്തരത്തിലുള്ള ഒരു പ്രമേഹമാണ്? ഇന്ത്യയിൽ അതിന്റെ കേസുകൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? വെല്ലൂരിൽ റീസെന്റ് വന്ന ഒരു പേപ്പറിൽ നിന്നാണ് ഈ ടൈപ്പ് 5 പ്രമേഹം എന്നുള്ളത് ഈ WHO നമ്പറിലുള്ള ടൈപ്പ് 1, ടൈപ്പ് 2 ഇതിൽ കാറ്റഗറിയിൽ തന്നെ പെടുത്തണമെന്ന് മനസ്സിലായത്. ഇത് കൂടുതലും മാൽന്യൂട്രീഷൻ, പണ്ട് ഇതിൻ്റെ പേരിന് തന്നെ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റിസ് ആണ്. അതായത് വളരെയധികം ശരീരഭാരം കുറവുള്ള, അതിനൊക്കെ BMIക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട്, 18 താഴെയും തീരെ ശോഷിച്ചല്ലേ പോഷകാഹാരം തീരെ കിട്ടാത്ത ആൾക്കാരിലാണ് ടൈപ്പ് 5 പ്രമേഹം. അപ്പം അത് ഒരു ശാസ്ത്ര ലോകത്തിൽ അതൊരു വീണ്ടും അതിനെ കൊണ്ടുവന്നു വന്നാലും കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വികസിത പല രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു കൺസേണിങ് അല്ല. കാരണം അത്രയും ഒരു പോഷകാഹാരക്കുറവ് ഒരു ഭക്ഷണത്തിലല്ലേ, മറ്റു ചില അസുഖങ്ങൾ കൊണ്ട് ചിലപ്പം ഫുഡ് കഴിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ അല്ലെ മാലബ്സോർഷൻ, ഇപ്പം ഉദരസംബന്ധമായ രോഗങ്ങൾ വന്നതുകൊണ്ട് വരാം. പക്ഷെ അല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു കുറവ് മൂലം ഒരു ടൈപ്പ് ഡയബറ്റീസ് കേരളത്തിൽ അതൊരു കൺസേണിങ് അല്ല. ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരിലായാലും അതുപോലെ പ്രായമായവരിലായാലും ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രമേഹവും ഹൃദയാഘാതവും തമ്മിൽ, അല്ലെങ്കിൽ ഹൃദ്രോഗവും തമ്മിൽ എന്താണ് കണക്ഷൻ? അത് ഒരു വിധത്തിൽ ഈ പ്രമേഹം ഹൃദയാഘാതത്തിന് കാരണമാകുന്നുണ്ടോ? വളരെയധികം. ഒരു 10-20 വർഷം മുമ്പ് ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത് ഈ ഷുഗർ ലെവൽ നോർമലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റിങ്ങിലെ PPBS HbA1c കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ള അത് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് മരുന്നുകളായിരുന്നു നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആത്യന്തികമായി നമ്മൾ എന്തിനാണ് ഒരു പ്രമേഹ രോഗിയെ ഇത്ര സ്ട്രിക്റ്റായിട്ട് മാനേജ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി നമ്മുടെ എല്ലാം ലക്ഷ്യം പ്രിവെൻറ്റ് ചെയ്യുന്നത് ഹാർട്ട് ഡിസീസ്. ഒരു നോർമൽ ഒരേ ഏജിലുള്ള പ്രമേഹമില്ലാത്തൊരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ പ്രമേഹമുള്ള വ്യക്തിക്ക് 3 മുതൽ 4 മടങ്ങ് വരെ സാധ്യതയാണ് ഈ ഹൃദ്രോഗങ്ങൾ വരെ. ആത്യന്തികമായി നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, സങ്കീർണതകളായിട്ടുള്ള സ്ട്രോക്ക്, ഹൃദ്രോഗം, അല്ലെങ്കിൽ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന വൃക്ക തകരാറ്, അല്ലെങ്കിൽ ന്യൂറോപ്പതി, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ. അതിനകത്ത് ഏറ്റവും പ്രധാനം ഹൃദയാഘാതം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ മാനേജ്മെൻറ്റ് തന്നെ പണ്ട് ഈ ഷുഗറിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്ന്, ഇപ്പോൾ ഇൻസുലിൻ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കൊടുക്കുക. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പം ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് മരുന്നുകൾ നമ്മൾ നോക്കും, ആ മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ പോലും ഇന്നൊരു മരുന്ന് എടുത്തുകൊണ്ട് എനിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എത്രത്തോളം എന്നെ ഈ ഒരു മരുന്ന് എടുക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മരുന്ന് ചൂസ് ചെയ്യുന്നതിൽ എടുക്കുന്ന ഒരു മാനദണ്ഡം പോലും.
എന്തുകൊണ്ടാണ്? കാരണം ഈ പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ചില ആളുകൾക്ക് രാത്രിയിൽ ബ്ലഡ് ഷുഗർ താഴ്ന്നു പോകുന്ന ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് ശരിക്കും ഈ രോഗം നമ്മുടെ ഹൃദയം നിന്നു പോകാനുള്ള ഒരു സാധ്യതയും കൂടെ ഉള്ളൊരു രോഗമാണോ? ഈ നമ്മളിപ്പം ഹൈപ്പോഗ്ലൈസീമിയ പലപ്പോഴും വരുന്നത് ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന ടൈപ്പുള്ള മരുന്നുകൾ കഴിക്കുന്ന പേഷ്യൻസിനായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ പ്രമേഹ രോഗിയെ നമ്മൾ ചികിത്സിക്കുമ്പോൾ എന്തെങ്കിലും ടാർഗറ്റ്സ് വെക്കും. HbA1c എത്ര റേഞ്ച് വരെ കുറച്ച് വെക്കണം. നമ്മൾ ദീർഘകാലം പ്രമേഹമുള്ളവരിൽ അല്ലെ ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർ, ക്രിയാറ്റൊക്കെ കൂടിയിരിക്കുന്നവർ അത്ര ഒരു ടൈറ്റ് കൺട്രോൾ നമ്മൾ പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ പേടിച്ചുകൊണ്ട് തന്നെയാണ്. ഭയങ്കര ഡേഞ്ചറസ്ലി ഷുഗർ കുറയുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഇടിപ്പിന് വ്യതിയാനങ്ങൾ, അർത്മിയ വരാനുള്ള സാധ്യത കൂടുതലും അതിൽ മൂലം ഡെത്തിനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ടൈറ്റ് കൺട്രോൾ ഇവർക്ക് പറയാത്തത്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഇപ്പം പലപ്പോഴും നമ്മൾ ഈ പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ, തനിയെ താമസിക്കുന്ന ആൾക്കാരിൽ, ഒരു ഹെൽപ്പില്ല എന്നുള്ളവരിലൊക്കെ നമ്മൾ ഇൻസുലിനൊന്നും അമിത ഡോസിലൊന്നും കൊടുക്കത്തില്ല. അവരിൽ ഷുഗർ ഒത്തിരി കൂടരുത്, ഒത്തിരി ഒരു ഹൈപ്പോഗ്ലൈസീമിയാണ് നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ, അത് ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥയെക്കാട്ടി കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ ഇതുപോലത്തെ സഡൻ ഡെത്തിനൊക്കെ റിസ്ക് ഉണ്ട്. സാധാരണഗതിയിൽ പ്രമേഹത്തിന്റെ നോർമൽ വാല്യൂ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നോർമൽ വാല്യൂ എത്രയായിരിക്കും? എത്രയിൽ കൂടുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിലുമാണ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അത് 126 കൂടുതലും, ഭക്ഷണം കഴിച്ചതിന് 2 മണിക്കൂർ. അത് നമ്മളൊരു ഒരു എളുപ്പത്തിന് ചെയ്യുന്നതാണ്. ഐഡിയലി വേണ്ടിയത് 75 ഗ്രാം ഗ്ലൂക്കോസിന് ശേഷമാണ്. അത് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ എപ്പോഴും എല്ലാവർക്കും ചെയ്യാറില്ല. എന്നിരുന്നാലും 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ വാല്യൂ 200 കൂടുതലും, ഈ 3 മാസത്തെ ശരാശരി HbA1c എന്നുള്ള ടെസ്റ്റ് അതിൻ്റെ കട്ട് ഓഫ് 6.5 കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സത്യം പറഞ്ഞാൽ HbA1c എന്ന് ഞാൻ പറയും. കാരണം ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ സൈക്കോളജിക്കലി നമ്മൾ ആ ഒരു 2-3 ദിവസം നന്നായിട്ട് ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്നുള്ളത് ആ ഒരു പോയിന്റിലെ മാത്രമല്ല, തലേദിവസത്തെ ഭക്ഷണം വളരെ കുറവ് കഴിക്കുകയാണെന്ന് അതിൻ്റെ ഒരു പോയിന്റിൽ മാത്രം കിട്ടുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. അതേസമയം HbA1c കള്ളം പറയത്തില്ല. അത് കഴിഞ്ഞ 3 മാസത്തെ നമ്മുടെ ഒരു ബ്ലഡിലെ ഷുഗറിൻ്റെ ഒരു ആവറേജ് കണക്കാണ് തരുന്നത്. പലപ്പോഴും ഫാസ്റ്റിംഗ് മാത്രം ചെയ്തിട്ട് ഒരു ഫാസ്റ്റിംഗ് നോർമലായും പലപ്പോഴും എല്ലാവരും HbA1c ചെയ്യണമെന്നില്ല. എന്നാൽ HbA1c വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 ടെസ്റ്റുകളിൽ ഈ വേരിയബിലിറ്റി, തെറ്റുകൾ വരാനുള്ള സാധ്യത കുറവുകളും എല്ലാം തന്നെ HbA1c ആണ്. ഇപ്പോൾ HbA1c 6.5%, ഇത് 3 കട്ട് ഓഫ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഈ ജീവിതശൈലിയാണ് നമ്മളെ പ്രമേഹത്തിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു 10-35 വയസ്സ്, ഒരു 40 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്തായാലും സ്വാഭാവികമായിട്ട് ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പം വയറിന്റെ ചുറ്റുമുള്ള കൊഴുപ്പുകൾ കൂടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തടി വെക്കുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും പ്രമേഹത്തിന് മുന്നോടിയായിട്ട് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രമേഹം വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനകത്തിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെ ഒരു ജനിതക സാധ്യത തന്നെയാണ്. ഇപ്പോൾ പേരൻസിന് ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത 25 മുതൽ 50% വരെ കൂടുതലാണ്. അപ്പോൾ ഒരു ജനിതക സാധ്യത തന്നെ അതിലുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ എത്നിസിറ്റി. ഇപ്പം ഇന്ത്യ അല്ലെ ഏഷ്യയിൽ തന്നെ ജനിക്കുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ ഉള്ള സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ്. ഇത് രണ്ടും കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു റിസ്ക് കൂടി. പിന്നെയുള്ളത് ഈ അമിതവണ്ണമുള്ളവർ. പിന്നെയുള്ള കുറച്ച് സാഹചര്യ തെളിവുകളാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൻ്റെയും പത്തോഫിസിയോളജി പറയുവാണ് ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ സെയിം തന്നെയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ പ്രതിരോധം വേണ്ട രീതിയിൽ ഈ പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ ഉപയോഗപ്പെടുന്നില്ല, അത് തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് മാസം തികയാതെ ഉണ്ടായ കുട്ടികൾ, അതുപോലെ ലോ ബർത്ത് വെയിറ്റ് കുറഞ്ഞുണ്ടായ കുട്ടികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഭാവിയിൽ പ്രമേഹം വരാനുള്ള റിസ്ക്കും കൂടുതലാണ്. ഇവരിൽ തന്നെ കൊണ്ട് തന്നെ നമുക്ക് റിസ്ക് കൂടുതലാണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഒപ്പം തന്നെ അമിതവണ്ണവും, ഈ പറഞ്ഞതുപോലെ ഉയരത്തിന് അനുപാതമല്ലാത്ത വണ്ണം, BMI ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫീനോടൈപ്പിന് BMI അത്ര സജസ്റ്റീവ് ആവണമെന്നില്ല, മെലിഞ്ഞിരിക്കാം. എന്നാൽ ഇവരുടെ ഉദര ചുറ്റളവ്, അബ്ഡമിനൽ സർക്കംഫറൻസ് കൂടുതലായിരിക്കും. ICMR നിഷ്കർഷിച്ചിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ 90 സെൻറ്റിമീറ്റർ കൂടുതലോ അല്ലെങ്കിൽ സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്റർ കൂടുതലുള്ളത് ആ കട്ട് ഓഫിൽ കൂടുതലാണെങ്കിൽ അബ്ഡമിനൽ ഒബീസിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ പലപ്പോഴും ഈ കഴുത്തിൻ്റെ പുറകിൽ അല്ലെ കഷത്തിൽ കാണുന്ന അമിത കറുപ്പ്, അക്കാന്തോസിസ് എന്ന് പറയും. ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഓരോ മാർക്കറാണ്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞു, PCOD പറഞ്ഞു. ഈ സാഹചര്യ തെളിവുകളെല്ലാം ഉള്ളവർക്ക് പ്രമേഹം
വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രമേഹം എന്നുള്ള ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മറ്റ് പല കണ്ടീഷൻസിനോടൊപ്പം വരുന്ന വൺ ഓഫ് ദി കണ്ടീഷൻ. ഇതിന് കുറേ കൂട്ടുകാരുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹമായിട്ടൊരു രോഗി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇതര രോഗങ്ങളും കൂടെ റൂൾ ഔട്ട് ചെയ്യും. ഇതര രോഗങ്ങൾ എന്തൊക്കെയാണ്? അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ. ഇപ്പോഴും കാണുന്ന ലിവറിൽ കൊഴുപ്പടിയുന്ന ഇതിനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് കൂടുതൽ. ഇതെല്ലാം തന്നെ നമ്മൾ ഒപ്പം സ്ക്രീൻ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ അമിത വണ്ണമുണ്ട്, അല്ലെങ്കിൽ കൂർക്കം വലി, ഇതെല്ലാം ഇതിൻ്റെ ഒരു സിൻഡ്രോമിൻ്റെ ഭാഗം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, സാഹചര്യ തെളിവുകളുണ്ടെങ്കിലും പ്രമേഹം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയ വെച്ച് പറയുന്ന 35 വയസ്സിന് ശേഷം തൊട്ടെങ്കിലും നമ്മൾ ഒരു 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഷുഗർ ഉണ്ടോ എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. പറഞ്ഞ ലക്ഷണങ്ങൾ വരുമ്പോൾ വളരെ ഒരു ഇൻസുലിനോപ്പീനിക്ക് ഒരു 50% ഇൻസുലിൻ ഡെഫിഷ്യൻസി അവിടെ സംഭവിച്ചു. അതിന് മുമ്പ് തന്നെ ഈ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉചിതം. ഇതുപോലെ ഗർഭിണികൾക്ക് പ്രമേഹം വരാൻ സാധ്യത കൂടുതലുണ്ട് കുട്ടി വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത്. അതുപോലെ പ്രസവം കഴിഞ്ഞതിന് ശേഷവും ഈ പ്രമേഹം അതുപോലെ തന്നെ തുടരാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? ഇപ്പം നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഒരു 24 ആഴ്ചയ്ക്ക് ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന, ഗർഭിണിയായ സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രമേഹം. അതിനും തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പലപ്പോഴും ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരുന്നവർക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടാവും, അല്ല ഇവർക്ക് നേരത്തെ PCOD ഹിസ്റ്ററി ഉണ്ടാവും, പ്രീ പ്രഗ്നൻസി തന്നെ ഇവർക്ക് അമിതവണ്ണം ഓൾറെഡി ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്കാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതയും കൂടുതൽ. 90% നമ്മൾ കാണുന്ന ഡെലിവറിക്ക് ശേഷം ഇത് നോർമൽ ആവുകയാണ്. പക്ഷേ ഇവർക്ക് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള റിസ്ക് ഉണ്ട്. ഐഡിയലി ഇവരെ നമ്മളെപ്പോഴും ഒരു വർഷത്തിൽ ഒന്നെങ്കിലും HbA1c അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ ചില പഠനങ്ങൾ പറയുന്നത് ഇവർക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ BMI 30-35 കൂടുതലാണെങ്കിൽ, ഒരു പ്രീ ഡയബറ്റിസ് സ്റ്റേജിലാണെങ്കിൽ ഇവർക്ക് മരുന്ന് തുടങ്ങാമെന്നതും പറയുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർക്ക് പ്രമേഹം ഭാവിയിൽ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. വ്യായാമത്തിന്റെ സാധ്യത എങ്ങനെയാണ്? രോഗികളും അല്ലാതെ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടും ചെറുപ്പക്കാർക്കും ഒക്കെ വ്യായാമം എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റ് പോലെ തന്നെ വളരെ പ്രധാനമാണ് വ്യായാമവും തന്നെ. അപ്പോൾ വ്യായാമം നമ്മൾ മെയിൻലി നമ്മൾ പറയുന്നത് 4 തരത്തിലാണ്. എയറോബിക് എക്സസൈസ് വേർത്ത് നമ്മൾ കിതയ്ക്കുന്ന ടൈപ്പുള്ള, അത് നടത്തമാകാം, ഡാൻസ് ആവാം, ഓട്ടമാവാം, സ്വിമ്മിങ്, ഇതെന്തെങ്കിലും ആവാം, എയറോബിക് എക്സസൈസ്. പിന്നെ നമ്മൾ പറയുന്നത് അത് ഇപ്പോഴത്തെ ഒരു നിഷ്കർഷിച്ചിരിക്കുന്നത് 2.5 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും ഈ പറഞ്ഞ എയറോബിക് എക്സസൈസ് ചെയ്യണം എന്നാണ്. പിന്നെ ഉള്ളത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുക്കുക, ഇപ്പം ഡമ്പലായിക്കോട്ടെ 2 കിലോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, സിറ്റപ്സ്, പുഷപ്പ്, ഇതെല്ലാം സ്ട്രെങ്തനിങ് എക്സസൈസ്. ഇതൊരാഴ്ചയിൽ ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ, ആഴ്ച 2 ദിവസം. പിന്നെ ഉള്ളത് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസിങ് എക്സസൈസ്. ഇതിലാണ് ഈ യോഗ, സ്ട്രെച്ചിങ്, ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എയറോബിക് എക്സസൈസിനോടൊപ്പം തന്നെ ആവശ്യമാണ് ഈ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഒരു 40-50 വയസ്സ് കഴിയുമ്പോഴേ പലർക്കും ഉളുക്ക് അല്ലെങ്കിൽ മസിൽ ശോഷിച്ചു പോകുന്നു, സാർക്കോപീനിയ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ, അത് പ്രമേഹമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എയറോബിക് എക്സസൈസിനോടൊപ്പം തന്നെ ഈ സ്ട്രെങ്തനിങ് എക്സസൈസും വളരെ പ്രധാനം. ഇതൊക്കെ പറഞ്ഞിരുന്നാൽ പോലും നമ്മളൊരു സെഡൻറ്ററി ഹാബിറ്റ്, അതായത് 30 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ടിരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുവാനും പ്രമേഹത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന വെച്ചാൽ 30 മിനിറ്റ്സിൽ കൂടുതൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക, ഇത് ചെയ്യാം. പിന്നെ കഴിയുന്നത് നമുക്ക് നിത്യേന ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കൗണ്ട്. ഇപ്പം ഒരു സ്റ്റെപ്പ് കൗണ്ട് ഇപ്പം പ്രോപ്പറായിട്ട് ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല, അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഒരു ദിവസത്തെ ഒരു 5000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് തന്നെ വളരെ ധാരാളമാണ്. പ്രമേഹം വന്നാൽ അത് മാറും, എപ്പോഴെങ്കിലും അത് മാറും എന്നൊരു പ്രതീക്ഷ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും OP-യിൽ കേൾക്കുന്ന ഒരു ഡൗട്ടാണിത്, എനിക്ക് വന്നു പ്രമേഹം, ഇത് മാറുമോ? അപ്പം നമ്മൾ ഇപ്പോൾ വളരെയധികം നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഡയബറ്റിസ് റിവേഴ്സൽ. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡയബറ്റിസ് റിവേഴ്സൽ, ഇപ്പോൾ അതിലുള്ള ടേമിനെക്കാട്ടി കൂടുതൽ ഉചിതമായിട്ട് നമ്മൾ പറയുന്നത് റെമിഷനാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് പോസിബിൾ എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. അതായത് പ്രമേഹത്തിന് ആരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുക, അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക്, ഈ ഒരു സ്റ്റേജിലുള്ളവർക്ക് നല്ലൊരു ജീവിതശൈലി ക്രമീകരണം, ഇപ്പം ഡയറ്റ് ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, ചുരുക്കം ചിലർ മരുന്ന് തന്നെ ആവശ്യം വരാം, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫിസിയോളജി എന്തെന്ന് പറയുവാണ്, ഏർലി സ്റ്റേജിൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസ് ഇപ്പോഴും
ഫങ്ഷനിങ് ആണ്, അതിന് ഇൻസുലിൻ ഇപ്പോഴും വരുന്നുണ്ട്, അത്ര ഒരു ഇറിവേഴ്സിബിൾ സ്റ്റേജിലോട്ട് പോയിട്ടില്ല. പിന്നെ അമിതവണ്ണമുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടും ഈ വണ്ണം തിരിച്ചൊന്ന് നോർമൽ റേഞ്ചിലേക്ക്, അതിന് പറയുന്നത് ഒരു 15% ഒക്കെ വെയിറ്റ് ലോസ് വേണമെന്നാണ്. അപ്പം ഇത്രയും ഒരു വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രമേഹം ഒരു കുറച്ച് കാലത്തേക്കിനെങ്കിലും, ഇതിപ്പം ചിലർക്കത് മാസങ്ങളാവാം, ചിലർക്കത് വർഷങ്ങളാവാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ കുറേ കാലമെങ്കിലും നമുക്ക് പ്രമേഹം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ മരുന്നുകൾ വേണ്ടി വന്നേക്കാം, എന്നാൽ അത് പതിയെ കുറച്ച് മരുന്നില്ലാത്തൊരു സ്റ്റേജിൽ കുറച്ച് കാലത്തേക്കിനെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഡയബറ്റിസ് റിമിഷൻ എന്ന് പറയുന്നത്. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ ശരി, ഡയബറ്റിസ് വന്നു, ഹൈ കണ്ടു, നോർമലായി, ഇനി തിരിച്ച് വരേണ്ടിയില്ല, അങ്ങനെയല്ല. ഇവർക്ക് ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത ഇനിയും ഉണ്ട്. മരുന്ന് നിർത്തിക്കഴിഞ്ഞാലും വീണ്ടും HbA1c മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. വെയിറ്റ് ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ കുറേ കാലമെങ്കിലും മരുന്നില്ലാതെയും പറ്റും. അത് പക്ഷെ മനസ്സിലാക്കേണ്ടത് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ആരംഭ ദശയിൽ. ഇപ്പം നേരത്തെ പറഞ്ഞത് ടൈപ്പ് 1 പ്രമേഹത്തിനോ അത് പോസിബിളേ അല്ല, അതിന് ഇൻസുലിൻ ഡെഫിനറ്റ്ലി വേണം. പിന്നെ വളരെ ദീർഘകാലം ഡയബറ്റീസ് ഉള്ള, അല്ലെങ്കിൽ വളരെ അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ള, ഇൻസുലിൻ എടുക്കുന്ന, മറ്റു കോംപ്ലിക്കേഷൻസ് ഉള്ള വന്നവർക്കൊന്നും ഡയബറ്റീസ് റിവേഴ്സലൊന്നും മിക്കവാർക്കും ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഈ പറഞ്ഞ 2 കൂട്ടുകൾ, അതായത് അമിത വണ്ണമുള്ളവർ അല്ലെങ്കിൽ ആരംഭ ദശയിലെ ഷുഗർ കണ്ടുപിടിക്കുന്നവർ, ഇവർക്ക് 2 പേർക്കും ഡയബറ്റീസ് റിവേഴ്സിബിൾ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അതുപോലെ ഡോക്ടറെ കാണാൻ വരുന്ന ആളുകൾക്ക് എന്തായാലും സംശയം ഉണ്ടാവുമല്ലോ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പേഷ്യൻസ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, എന്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും? ഏറ്റവും നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഭക്ഷണക്രമം, എന്ത് കഴിക്കാം, എങ്ങനെ കഴിക്കാം, അതുപോലെ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം, ഇതൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകുമോ, ഇതാണ് മെറ്റ്ഫോമിൻ കഴിച്ചാൽ കിഡ്നി പോകുമോ. മെറ്റ്ഫോമിനാണ് പലപ്പോഴും മെറ്റ്ഫോമിനാണ് വളരെയധികം നാളുകൾക്ക് നമുക്ക് എവിഡൻസ് ഉള്ള ഒരു എന്താ പറയുക വളരെ സേഫായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്ന്. എന്നാൽ എപ്പോഴും അതിനെ ചൊല്ലി വിവാദങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. മനസ്സിലാക്കേണ്ടത് മരുന്ന് കഴിച്ചുകൊണ്ടല്ല വൃക്ക തകരാറ് വരുന്നത്, ഷുഗർ നിങ്ങളുടെ അൺകൺട്രോളായിട്ടിരുന്നുകൊണ്ട് അതുമൂലം നെഫ്രോപ്പതി വന്നതുകൊണ്ടാണ് ഒരു കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്നത്. അപ്പം അതാണ് വളരെയധികം ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇത് തന്നെയാണ്. അസുഖം വന്ന ആളുകൾക്ക് മരുന്ന് കഴിക്കാനുള്ള ഒരു പേടി അതുകൊണ്ട് തന്നെ, എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നാലും വരുന്നുള്ള ഇതിനെ പറ്റി ഒരു കാര്യമായിട്ട് എടുക്കുവാണെങ്കിൽ എപ്പോഴും പറയും ഓക്കെ ഡോക്ടർ മരുന്ന് എങ്ങനെയും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുള്ളതാണ്. അപ്പം നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, വളരെ കൺട്രോളായിട്ട് 6.5 6.9 HbA1c മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 3 മാസത്തിൽ 5 കസിൻസിൻ്റെ കല്യാണം നടന്നു. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പറയേണ്ട, വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു പരീക്ഷ വന്നു, സ്ത്രീകൾ പിന്നെ എത്രത്തോളം അവരുടെ ഡയറ്റിലും അവരുടെ എക്സസൈസിലും ഫോക്കസ് ചെയ്യും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫോൾട്ടിങ് എപ്പോഴും പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്ന് പറയും. അപ്പം നമ്മൾ പലപ്പോഴും എക്സസൈസും ഡയറ്റും മാത്രം പറഞ്ഞു വരുവാണെങ്കിൽ അൺനെസസറിലി ഇവർ HbA1c കൂടിയും അതിൻ്റെ സങ്കീർണതകൾ വരാനുള്ള സാധ്യത കൂട്ടുവാണ്. അതുകൊണ്ട് ആസ് ഡോക്ടേഴ്സ് വി ആർ ഹെൽപ്ലെസ്. നമ്മൾ എല്ലാ തവണയും വരുമ്പോൾ ഇവരുടെ ഡയറ്റ് എക്സസൈസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചു പോകും. ഭക്ഷണം ഇപ്പോൾ എല്ലായിടത്തും എവിടെയും അവൈലബിൾ ആണ് അല്ലേ. ഇപ്പം ബേക്കറികൾ, ഇപ്പോൾ എന്ത് പാർട്ടീസും ഫങ്ഷൻസിലാണെങ്കിലും ഭക്ഷണം ഇല്ലാത്ത ഒരു ഇവൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് വെച്ചാൽ മരുന്നെങ്കിലും കഴിച്ച് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതുള്ളൂ. കാരണം ആത്യന്തികമായി നമുക്ക് വേണ്ടിയത് ഇതിൻ്റെ സങ്കീർണതകൾ തടയുക എന്നുള്ളതാണ്. നെഫ്രോപ്പതി ആയിക്കോട്ടെ, ഹൃദ്രോഗങ്ങളായിക്കോട്ടെ. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത്, അല്ലാതെ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും നിസ്സഹായരാണ്. ഷുഗറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും ഷുഗർ വന്നിട്ടില്ലാത്ത ആളുകളെ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? അവര് ഏത് തരത്തിലുള്ള ജീവിതശൈലി ഫോളോ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു പാരമ്പര്യം കൊണ്ട് കിട്ടാതിരിക്കുന്നതായിരിക്കും? ഡെഫിനറ്റ്ലി അതൊരു ജീൻസിന്റെ ഒരു ബെനിഫിറ്റ് ആണ് അവരതിനകത്തുള്ളത്. ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വളരെയധികം സേഫ് ആണ്. പലരും നമ്മുടെ തന്നെ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടിട്ടില്ല, ചിലർ 10-15 ചപ്പാത്തി കഴിക്കുന്നു, വേറെ ഒരാൾ 2 ചപ്പാത്തി കഴിച്ചാൽ അപ്പോൾ ഒരു വണ്ണം വെക്കുന്നു. അവരുടെ ഒരു ബോഡി പ്രകൃതം തന്നെ അങ്ങനെയാണ്. അവരെങ്ങനെ ഇതിനെല്ലാം പിന്നിൽ ജെനറ്റിക്സ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അത് എത്രത്തോളം കൊഴുപ്പായി മാറുന്നു, ഇതിനെല്ലാം ഒരു ജെനറ്റിക് പെർസെൻറ്റേജ് അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് ഡെഫിനറ്റ്ലി വളരെ കെയർലെസ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പം പലപ്പോഴും മെയിൽസ് ഒക്കെ കാണുന്നത് 3 നേരം പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഈ ക്യാൻഡ് ജ്യൂസസ്, ദാഹം വരുമ്പോഴെല്ലാം ഈ കോള, പെപ്സി, ഫ്രൂട്ട് ജ്യൂസസ് ക്യാൻഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന അത് അങ്ങനെയുള്ളവർ ഈ ഫാമിലി ഹിസ്റ്ററി ഇല്ല എന്നിട്ട് ഷുഗർ വരുന്നവർക്ക് നമുക്ക് ഡെഫിനറ്റ്ലി 100% ഇങ്ങനെ ഒരു ഹിസ്റ്ററി അതിൻ്റെ പിന്നിൽ വരും. അൺകൺട്രോൾഡ് ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെ തീരെ വ്യായാമമില്ലായ്മ, അല്ലെ അമിതമായ മദ്യപാനം, പുകവലി, ഇതെല്ലാം ഡെഫിനറ്റ്ലി ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് വരുന്നത്.
എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഡെഫിനറ്റ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്ന് അറിയാമായിട്ടും, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനുണ്ട്, അവർ വളരെ ഫോക്കസ്ഡ് ആണ്. ആ ഒരു ഡിസിപ്ലിനാണ് അവരെ ഒരു പ്രമേഹത്തിൻ്റെ ലെവലിലോട്ട് എത്താത്തത്. വളരെയധികം മെറ്റിക്കുലസ് ആയിട്ട് ഡയറ്റ് നോക്കുകയും വെയിറ്റ് ഇന്ന പെർസെൻറ്റേജിക്കുള്ള അല്ലെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വരികയും എക്സസൈസും ഒക്കെ ചെയ്യുന്നവരിൽ ഓക്കെ ജനറ്റിക് റിസ്ക് കൊണ്ട് അവർക്ക് എന്നേക്കും വരാം. പക്ഷേ അറ്റ്ലീസ്റ്റ് വരുന്നതിൻ്റെ ആ ഒരു ഡേറ്റ്, ആ ഒരു വരുന്നത് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് തള്ളി നീക്കാൻ കഴിയും. ഈ അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, അതുപോലെ ജ്യൂസ്, പുറത്തുനിന്നുള്ള ക്യാൻറ്റീൻ വാങ്ങിക്കുന്ന ജ്യൂസുകൾ, ഇതൊക്കെ കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ എത്രത്തോളം നമ്മളെ രോഗിയാക്കും? ഇതിനകത്ത് ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി അത് നിറച്ചു. അതിനകത്ത് ഈ കോൺ സിറപ്പ് അല്ലെ ഫ്രക്ടോസ് എല്ലാം തന്നെ ഷുഗറായിട്ട് മാറുവാണ്, ഷുഗർ സ്പൈക്സ് ആയിട്ട് മാറുവാണ്. അപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഇത് കൂടുതലായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഈ ഷുഗർ എല്ലാം അൾട്ടിമേറ്റ്ലി കൊഴുപ്പായിട്ട് ബോഡി സ്റ്റോർ ചെയ്യുവാണ്. അങ്ങനെയാണ് പ്രമേഹം വരുന്നതും ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതും പിന്നെ ഒരു കുറേ കഴിയുമ്പോഴത്തേക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസി വന്ന് പ്രമേഹത്തിലോട്ട് പോകുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുള്ള ഇതര രോഗങ്ങൾ, ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹാർട്ട് ഡിസീസിലേക്ക് പോകാൻ ഒപ്പമുള്ള ഈ പുകവലിയും ഈ മദ്യപാനവും എല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്തായാലും രോഗം വന്നാൽ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, വ്യായാമം ചെയ്യുക, അതല്ലാതെ വേറൊരു പോംവഴിയില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറ്റും എക്സസൈസും എല്ലാ സ്റ്റെപ്പിലും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ടാർഗറ്റ്സ് HbA1c ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് 3 മാസം ആവറേജ്, അതൊരു 7-7.5 നിർത്തുക. ഹാർട്ടിന് ബെനിഫിറ്റ് ഉള്ള ടൈപ്പുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് ഉറപ്പാക്കുക. പിന്നെ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം സ്ക്രീനിങ്, ഈ പറഞ്ഞ റെറ്റിനോപ്പതി ആണെങ്കിലും ന്യൂറോപ്പതി ആണെങ്കിലും സമയാസമയങ്ങളിൽ സ്ക്രീൻ ചെയ്യുക. ഹാർട്ടിൻ്റെ ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും വരുന്നതും ഡെഫിനറ്റ്ലി ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ മാത്ത് ഓഫ് പ്രമേഹം കൂടിയത് കൊണ്ടാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷനെ ട്രീറ്റ് ചെയ്യാനാണ് മറ്റ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വന്നത്. ഇപ്പം കാർഡിയോളജി ആയിക്കോട്ടെ, നെഫ്രോളജി ആയാലും, ഇപ്പം കിഡ്നി ഫെയിലിയർ വന്ന് ഡയാലിസിസിലോട്ട് പോകുന്നു. ഹാർട്ട് അറ്റാക്കിനോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയർ. പലപ്പോഴും ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി അമിതമായ ശ്വാസതടസ്സം അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട്, കിതപ്പൊക്കെ വരുമ്പോഴാണ് അറിയുന്നത് ഹൃദയപരാജയം, ഹാർട്ട് ഫെയിലിയർ വന്നു കഴിഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ഹിസ്റ്ററി പോലും ഉണ്ടാവില്ല. അപ്പം ഇതെല്ലാം ഒരു അൺകൺട്രോൾ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനെ മാനേജ് ചെയ്യാനാണ് നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റികളും ഇങ്ങനെ കൂടുതൽ വരുന്നത്. പിന്നെ അഡ്രസ്സ് ചെയ്യാനും, അതുപോലെ കാലിലോട്ടുള്ള രക്തയോട്ടക്കുറവ് മൂലം അൾസർ, ഈ ഡയബറ്റിക് ഫുഡ് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം വരുന്നു. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രൊവൈഡഡ് നിങ്ങളുടെ ഷുഗറിൻ്റെ ആ ടാർഗറ്റ്, ആ കട്ട് ഓഫ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് നല്ല ഭക്ഷണ രീതി, അഡിക്വേറ്റ് വ്യായാമം, ഒപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, മിഥ്യാധാരണകളിൽ പെട്ടുപോകാതിരിക്കുക, തെറ്റായ ഇൻഫർമേഷനിൽ വിശ്വസിക്കാതിരിക്കുക, ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം ഈ ഇത്രയും യൂട്യൂബ് വീഡിയോസും എല്ലാം ഉണ്ട്. എനിക്കറിയുന്ന എല്ലാ പേഷ്യൻസിനും വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് കഴിക്കണ്ട, എന്ത് കഴിക്കാം, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എല്ലാം തന്നെ ഒരു 80-90% പേർക്കും അറിയാം. പക്ഷെ അതിന് ശേഷമുള്ള ഈ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഈ കോംപ്ലിക്കേഷൻ ഒന്നും എനിക്ക് വരത്തില്ല എന്നുള്ള ഒരു അഹന്തയോ എന്തുവാവാം, അതാണ് പലപ്പോഴും ഈ ഫൈനലി കോംപ്ലിക്കേഷനിലേക്ക് പേഷ്യൻസിനെ എത്തിക്കുന്നത്. ഒപ്പം തന്നെ പറയേണ്ടതാണ് ഈ അനുബന്ധ രോഗങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, പ്രഷർ, കൊളസ്ട്രോൾ. ഇതിലൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രഷർ നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും. പലപ്പോഴും ഇപ്പം നമ്മുടെ ഒരു റെക്കമെൻഡേഷൻസ് പറയുന്ന ഡയബറ്റിക് ആയിട്ടുള്ള 40 വയസ്സിന് ശേഷമുള്ള എല്ലാവരും സ്റ്റാറ്റിൻ, കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് കഴിക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മളത് പറയുമ്പോൾ പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇനി വെറുതെ എനിക്ക് കൊളസ്ട്രോൾ ഇല്ലല്ലോ, പിന്നെ എന്തിനു കഴിക്കണം? അപ്പം സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഈ LDL, ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ കട്ട് ഓഫ് കുറച്ചുകൂടെ കുറവാണ്. കട്ട് ഓഫ് കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഡയബറ്റീസ് ആൾക്കാർ. കാരണം ഇവർക്ക് റിസ്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹൃദ്രോഗ റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അനുബന്ധ രോഗങ്ങളായിട്ടുള്ള പ്രഷറും കൊളസ്ട്രോളും അമിതവണ്ണവും കൂടെ ഒപ്പം മാനേജ് ചെയ്തെങ്കിലേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ഈ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കൂ. എന്തായാലും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. നന്ദിയുണ്ട്.